കുറ്റ്യാടിയിലുമായിട്ടാണ് സംഭവം. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കിടെ വോട്ടർ മഷി തട്ടി NSS വിദ്യാർത്ഥിനിയുടെ വിരലുകൾക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. ഫറൂഖ് സ്വദേശിനിയായ +1 വിദ്യാർത്ഥിയുടെ ഇടതുകൈ വിരലുകൾക്കാണ് മഷി പുരണ്ട് പൊള്ളലേറ്റത്. ചാലിയം ഉമ്പിച്ചി ഹാജി ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയറായ വിദ്യാർത്ഥിനിക്ക് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ലഭിച്ചത് ഫാറൂഖ് കോളേജ് LPS സ്കൂളിലാണ്. ഇവിടെ ഭിന്നശേഷിക്കാരായ ആളുകളെ വോട്ട് ചെയ്യുന്നതിന് സഹായിക്കലായിരുന്നു ഡ്യൂട്ടി. എന്നാൽ സ്കൂളിൽ എത്തിയപ്പോൾ 93 നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയ ആളുകളുടെ വിരലിൽ മഷി പുരട്ടുകയായിരുന്നു ഡ്യൂട്ടി. 10 മുതൽ 2 വരെ വിദ്യാർത്ഥിനി മഷി പുരട്ടാനിരുന്നു. തുടർന്ന് വീട്ടിലെത്തിയപ്പോൾ ഇടതുകൈ വിരലുകളിൽ കഠിനമായ വേദന അനുഭവപ്പെട്ടതിനാൽ തുടർന്ന് ചെറുവണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലെത്തി ചികിത്സ തേടുകയായിരുന്നു. വിദ്യാർത്ഥിനി എഴുതുവാൻ ഇടതുകൈയാണ് ഉപയോഗിക്കാറ്. അതുകൊണ്ടാണ് ഇടതുകൈയിലെ ചൂണ്ടുവിരലിനും നടുവിരലിനുമായി പൊള്ളലേറ്റത്. സംഭവം അറിഞ്ഞ സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരും വിവരശേഖരണം നടത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ചട്ടപ്രകാരം വോട്ടറുടെ വിരലിൽ മഷി പുരട്ടുന്നതും വോട്ടർ സ്ലിപ്പുകൾ നൽകലുമെല്ലാം പോളിംഗ് ഉദ്യോഗസ്ഥരുടെ ചുമതലയിൽപ്പെട്ടതാണ്. ഈ വിഷയത്തിലും അന്വേഷണം നടക്കുന്നുണ്ട്. മറ്റൊന്ന്, കുറ്റ്യാടി നിയമസഭാ നിയോജക മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിൽ പോളിംഗ് ഡ്യൂട്ടിയിൽ ഏർപ്പെട്ട ഉദ്യോഗസ്ഥരിൽ ചിലർക്ക് വിരൽ പുരട്ടുന്ന മഷിയിൽ നിന്നും പൊള്ളലേറ്റു. വലതുകൈയിലെ വിരലുകൾക്കാണ് പൊള്ളലേറ്റിട്ടുള്ളത്. വിരലിന്റെ അഗ്രഭാഗത്തെ തൊലി പൊളിഞ്ഞുപോയ ഉദ്യോഗസ്ഥരുമുണ്ട്. സെക്കൻഡ് പോളിംഗ് ഉദ്യോഗസ്ഥർക്കാണ് കൂടുതലും പൊള്ളലേറ്റത്. വോട്ടിംഗ് രജിസ്റ്റർ, വോട്ടർമാർ ക്രമനമ്പറും തിരിച്ചറിയൽ കാർഡ് നമ്പറും ചേർത്ത് ഒപ്പിടുകയും വിരലിൽ മഷി അടയാളം പുരട്ടുകയും ചെയ്യുന്ന ജോലി ഇവർക്കായിരുന്നു. പോളിംഗ് വേഗത്തിലാക്കാനുള്ള ദ്രുതഗതിയിൽ വിരലിൽ മഷി പുരട്ടുന്നത് കാര്യമാക്കാതെ പണിയെടുത്തതാണ് പൊള്ളൽ കാരണമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കയ്യുറയോ മറ്റ് സുരക്ഷാ ഉപകരണങ്ങളോ അനുവദിച്ചിരുന്നില്ല. മഷി പുരട്ടാൻ 5 സെന്റിമീറ്റർ പോലും വലിപ്പമില്ലാത്ത ബ്രഷാണ് നൽകിയിരുന്നത്. കയ്യിൽ പുരളുന്ന മഷി തുടയ്ക്കാൻ ചെറിയ കെട്ട് കോട്ടൺ വേസ്റ്റും കുറ്റ്യാടി മണ്ഡലത്തിലെ പോളിംഗ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഒട്ടേറെ പേരാണ് പൊള്ളലേറ്റ അനുഭവം പങ്കുവച്ചത്. ന്യൂഡൽഹിയിലെ നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി വികസിപ്പിച്ചെടുത്ത മഷി വ്യാവസായികമായി ഉൽപ്പാദിപ്പിക്കുന്നത് കർണാടകയിലെ മൈസൂർ പെയിന്റ്സ് ആൻഡ് വാർണിഷിംഗ് ലിമിറ്റഡ് ആണ്. വിരലിൽ പുരട്ടിയാൽ വെറും 40 സെക്കൻഡുകൾ കൊണ്ട് ഉണങ്ങുന്ന ഈ മഷി മായ്ക്കാനാവില്ല എന്ന് മാത്രമല്ല, ഈ മഷി അത്ര ചില്ലറക്കാരനുമല്ല. മായാത്ത മഷി അടയാളമാകട്ടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ പ്രധാന ഭാഗമാണ്. കുറഞ്ഞത് 20 ദിവസമെങ്കിലും അടയാളം മായാതെ നിൽക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി 10 മില്ലി വീതമുള്ള 26.5 ലക്ഷം കുപ്പികളാണ് തയ്യാറാക്കിയത്. 174 രൂപയ്ക്കാണ് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിക്കുന്നത്. ഇനി മഷിയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ 1962 ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടയാളമാണ് ഈ മഷിക്ക്. ഒരു കുപ്പിയിൽ 10 മില്ലി മഷികളാണുള്ളത്. ഇതുപയോഗിച്ച് 700ഓളം വോട്ടർമാരുടെ വിരലുകളിൽ മഷി പുരട്ടാനാകും. വോട്ട് ചെയ്യാൻ വരുന്ന പൗരന്മാരുടെ ഇടത്തെ കൈയിന്റെ ചൂണ്ടുവിരലിൽ ഈ മഷി പുരട്ടുക എന്നത് 2ാം പോളിംഗ് ഓഫീസറുടെ ഉത്തരവാദിത്തമാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടുമോറോ.